ഇനി ചെറിയൊരു കഥയായാലും നമുക്ക് ഒരു ബാലകൻ ഉണ്ടായിരിക്കും. അവന് ഭയങ്കര ദേഷ്യമാണ്. എന്ത് പറഞ്ഞാലും ഭയങ്കര ദേഷ്യം. അച്ഛൻ എന്ത് പറഞ്ഞാലും ദേഷ്യം, അമ്മ എന്ത് പറഞ്ഞാലും ദേഷ്യം. അവൻ വായിത്തോന്ന് എല്ലാം വിളിച്ചു പറയും. ഒരു ദിവസം അച്ഛൻ അവൻ്റെ കയ്യിൽ കുറച്ച് ആണികൾ കൊണ്ടു കൊടുത്തു. ആണി കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഓരോ തവണ ദേഷ്യം വരുമ്പോഴും നീ ഓരോ ആണി ഉപയോഗിച്ച് ഈ മതിലിൽ തറയ്ക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ശരി അച്ഛാ, സെറ്റ് എന്നൊക്കെ പറഞ്ഞ് അവൻ പോയി. അതിനുശേഷം അവന് ഓരോ ദേഷ്യം വരുമ്പോൾ അവൻ ഓരോ ആണി വെച്ച് അവൻ തറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം, ആദ്യത്തെ ദിവസം അവൻ 37 ആണികളാണ് തറച്ചത്. അങ്ങനെ ദിവസം കഴിയും തോറും ആ മതിൽ മുഴുവനും കുറേ ആണികൾ കൊണ്ട് നിറഞ്ഞു. പതിയെ പതിയെ അവൻ ആണി തറയ്ക്കുന്നത് കുറയാൻ തുടങ്ങി. അവൻ വിചാരിച്ചു, ഈ ആണി തറയ്ക്കുന്നതിനേക്കാളും എളുപ്പമാണല്ലോ നമുക്ക് ദേഷ്യം കുറയ്ക്കുന്നത്. അവന്റെ ദേഷ്യം അങ്ങനെ പതിയെ പതിയെ കുറയാൻ തുടങ്ങി. അവന്റെ അച്ഛനോട് പോയി പറഞ്ഞു, അച്ഛാ, എന്റെ ദേഷ്യം ഇപ്പൊ എനിക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോ ദേഷ്യം അധികം വരാറില്ല. വന്നാലും എന്നെക്കൊണ്ട് മാക്സിമം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, ഓക്കെ, ശരി, നല്ല കാര്യം. നീ ഇനി ചെയ്യേണ്ടത്, ഇനി ആ തറച്ച ആണികള് നീ ഓരോന്നും പിഴുതെടുക്കണം. നിനക്ക് എത്രമാത്രം നിനക്ക് ഓരോ തവണ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ അത്രയും തവണ നീ ഓരോ ആണി വെച്ച് പറിച്ചെടുക്കണം. അങ്ങനെ അവൻ പതിയെ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി വരുന്ന സിറ്റുവേഷൻസിൽ ഇവ എന്ത് ചെയ്യും, ഓരോ ആണികൾ പറിച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ആണികളെല്ലാം പറിച്ചു കഴിഞ്ഞു. ആ മതിലിൽ പിന്നെ ആണികളൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനോട് അവൻ പോയി പറഞ്ഞു, അച്ഛാ, മതിലെ ആണികളെല്ലാം മുഴുവനും ഞാൻ പറിച്ചു കളഞ്ഞിരിക്കുന്നു. എനിക്കിപ്പോ എന്റെ ദേഷ്യവും എല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്റെ കൈയും പിടിച്ചുകൊണ്ട് ആ മതിലിന്റെ മുന്നിലേക്ക് പോയി. മകനെ, നീ ഒന്ന് ആ മതിലിലേക്ക് നോക്കുക. അതിൽ എത്രമാത്രം ദൂരങ്ങളാ ഉള്ളത്. നീ തറച്ച ഓരോ ആണിയും ആ മതിലിന്മേൽ എത്രമാത്രം ആഴത്തിൽ പോയിട്ടുണ്ടോ നീ കണ്ടോ? ഇതുപോലെയാണ് ഓരോ മനുഷ്യരും. നമ്മള് ശാരീരികമായി നമ്മള് ഉപദ്രവിക്കുന്നതായാലും നമ്മൾ അവരെ വാക്കുകളും കൊണ്ട് പറയുന്നതായാലും അവർക്ക് എത്രമാത്രം ആഴത്തിൽ നോവുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഓരോ വാക്കുകൾ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് പറയുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.